ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ് തകർച്ചയോടെ ഇരിക്കുകയാണ് എല്ലാവരും. എന്നാലും സന്ധ്യ എല്ലാവരിൽ നിന്നും ഇത് മറച്ചു വെച്ചതൊട്ടും ശരിയായില്ലെന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, അവന്തികെ, സന്ധ്യ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ് മറച്ചു വെച്ചതെന്ന്. പിന്നെ നീ എന്തിനാ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതേസമയം സന്ധ്യ പറയുകയാണ്, ചെന്നൈയിൽ പോയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായും കുഞ്ഞുങ്ങളുണ്ടാകും. അത് 100% സത്യമാണ്, എനിക്ക് ഉറപ്പും പറയാൻ സാധിക്കും. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, എന്നാൽ അച്ഛാ, ഇന്നത്തെ യാത്ര മുടങ്ങിയെന്ന് കരുതി നാളെയോ മറ്റന്നാളത്തേക്കോ അതാക്കാമല്ലോ. ഇങ്ങനെ ഒരു സാധ്യത ഉള്ള സ്ഥിതിക്ക് അവര് ചെന്നൈയിൽ പോകുന്നത് തന്നെയല്ലേ നല്ലത്. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, അതിനോട് എനിക്കും യോജിപ്പ് കുറവൊന്നുമില്ല. പക്ഷേ കാര്യങ്ങള് അതുപോലല്ലോ. അർച്ചന എല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും അതിനോട് യോജിച്ചു വേണം ചികിത്സയ്ക്ക് പോകാൻ. അർച്ചനയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അർച്ചന അതിന് തയ്യാറാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താണെങ്കിലും തീരുമാനങ്ങളെല്ലാം ഞാൻ അർച്ചനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് സേതുമാധവൻ പറയുമ്പോൾ, അച്ഛാ, എന്താണെങ്കിലും ഏട്ടത്തെ ഒന്നിനും നിർബന്ധിക്കണ്ട, എല്ലാം ഒന്ന് ശരിയായി വരട്ടെ എന്ന് സന്ദീപ് പറയുമ്പോൾ, അർച്ചനയോട് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഇതെല്ലാം പുച്ഛത്തോടെ കേട്ട് നിൽക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ അടുത്തിരിക്കുന്ന സച്ചിയെയും മീരയുമാണ്. പെട്ടെന്ന് അർച്ചനയ്ക്ക് ബോധം വരികയും അർച്ചന ചാടി എഴുന്നേറ്റ് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും ചെയ്യുന്നു. സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു. എടോ, ഈ ഒരു അവസ്ഥയിൽ തന്നെ കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാ ഞാൻ തന്നിൽ നിന്നും സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത്. കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എനിക്ക് താനും തനിക്ക് ഞാനും അത് തന്നെ ധാരാളമാണ്. ഇത് കേൾക്കുന്ന അർച്ചന കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സച്ചിയേട്ടൻ ഒരു കുഞ്ഞിനെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഞാൻ കാരണം സച്ചിയേട്ടന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതായാലോ? അതെനിക്കൊട്ടും സഹിക്കില്ലെന്ന് പറഞ്ഞ് അർച്ചന പൊട്ടിക്കരയുകയാണ്. സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പകരം മറ്റൊരു പെൺകുട്ടിയാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ സച്ചിയേട്ടന് ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നല്ലോ. ഞാൻ സച്ചിയേട്ടന്റെ ജീവിതത്തിൽ നിന്നും മാറിത്തരട്ടെ. അർച്ചനയെ മറന്ന് സച്ചിയേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണം. അതോടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഇത് കേൾക്കുന്ന സച്ചി ഞെട്ടലോടെ നിൽക്കുകയാണ്. താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? അർച്ചന ഇല്ലാതായാൽ പിന്നെ സച്ചിക്ക് ഈ ജീവിതമേ ഉണ്ടാകില്ല. താനുള്ളപ്പോൾ മാത്രമാണ് എന്റെ ജീവിതം അർത്ഥവത്താകുന്നത്. നമുക്ക് ചെന്നൈയിലേക്ക് ട്രീറ്റ്മെന്റിന് പോകാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടൻ ഇപ്പോൾ എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒരുപക്ഷെ ട്രീറ്റ്മെന്റ് കൊണ്ടും ഒന്നും സാധിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പില് ഒരു പരിഹാസപാത്രമായി നിൽക്കാൻ എനിക്കാകില്ല. നമുക്ക് നമ്മൾ രണ്ടും മാത്രം മതിയെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പോരെ സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി. എന്താണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലൊരു സമയം കണ്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ പോകും. അല്ലെങ്കിൽ ഈശ്വരനായിട്ട് തന്നെ എൻ്റെയും സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണിക്കട്ടെ. നമുക്കൊരു കുഞ്ഞിനെ തരട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, എന്താണെങ്കിലും അത് തന്നെ ഉണ്ടാകുമിടോ, താൻ സമാധാനമായിരിക്കും. തുടർന്ന് സച്ചി താഴേക്ക് പോകുമ്പോൾ മാഷും കമലയും അനൂപും അവിടെ ഉണ്ടായിരുന്നു. അച്ചുമോള് കണ്ണു തുറന്നോ എന്ന് കമല ചോദിക്കുമ്പോൾ തുറന്നെന്ന് സച്ചി പറയുന്നു. എന്താണെങ്കിലും സച്ചി അവളോട് മറച്ചു വെച്ചതായിരിക്കും അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമായതെന്ന് അനൂപ് പറയുമ്പോൾ മാഷ് പറയുകയാണ്, എന്നാൽ ആദ്യം അവള് ഞങ്ങളോടാണ് ദേഷ്യം കാണിക്കേണ്ടത്. ആദ്യം മുതലേ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നത് ഞങ്ങൾക്കാണ്. എന്താണെങ്കിലും ഞങ്ങളൊന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവളോടൊന്ന് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കമലയും മാഷും കൂടി അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് മാഷും കമലയും ചെന്ന് അച്ചുമോളെ എന്ന് വിളിച്ചുകൊണ്ട് കഥകിൽ തട്ടുന്നുണ്ടെങ്കിലും അർച്ചന കഥക് തുറക്കുന്നില്ല. ഇത് കേൾക്കുന്ന കമലയും മാഷും കൂടി അനൂപിനെ വിളിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി വിളിക്കുമ്പോൾ അർച്ചന കഥക് തുറന്ന് പുറത്തേക്ക് വരികയാണ്. അച്ഛനും അമ്മയും കരുതുന്നത് പോലെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ മരിക്കാതെ ഇപ്പോൾ ഒരു ജീവശവം പോലെയല്ലേ ഞാൻ നിൽക്കുന്നത്. മോള് അച്ഛനോട് ക്ഷമിക്കണം. അച്ഛന്റെ മരണശേഷം മാത്രമേ മോൾ ഈ കാര്യം അറിയാവുള്ളൂ എന്നാണ് അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പറഞ്ഞ് വിഷമത്തോടെ മാഷ് താഴേക്ക് പോകുന്നു. തുടർന്ന് കമലയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചനയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്നു. തുടർന്ന് അനൂപ് പറയുകയാണ്, മോളെ, എനിക്ക് ഈ കാര്യമൊന്നും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ അറിയാമായിരുന്നെങ്കിലും ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമേ നിൽക്കുകയുണ്ടായിരുന്നുള്ളൂ. നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യെന്ന് പറഞ്ഞ് അനൂപും വിഷമത്തോടെ താഴേക്ക് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.